അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോസ്റ്റ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്റ്റോക്ക്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, പിന്നെ റോ മെറ്റീരിയൽസ്, ഇത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ SCA2 എക്സാമിന് കോസ്റ്റ് ഷീറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സോ കോസ്റ്റ് ഷീറ്റ് ബേസിക്കലി എല്ലാവരും നോക്കുക. പിന്നെയുള്ളത് നമുക്ക് വരാൻ സാധ്യതയുള്ളത് നമുക്ക് SCA1 വന്നതായിരുന്നു. ഫിഫോ ലിഫോ മെത്തേഡായിരുന്നു. അതെല്ലാം 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലും കോമൺ ആയിട്ട് വന്നിരുന്നൊരു മെത്തേഡാണ്. സോ ഇത് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്സ്, അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്, അതോടൊപ്പം കമ്പനിക്ക് ഒരു വെയർ ഹൗസും ഉണ്ട്. നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു വെയർ ഹൗസിലാണ്. നമ്മൾ ഈ വെയർ ഹൗസിലോട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് ഇത്ര യൂണിറ്റ് സ്റ്റോക്ക് വേണം. ഇപ്പോൾ നമുക്ക് 200 യൂണിറ്റ് സ്റ്റോക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ സ്റ്റോക്ക് എടുത്തു തരുന്നത് എത്ര രൂപയുടെ സ്റ്റോക്കായിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫിഫോ ലിഫോ അതേപോലെ SAP ഈ 3 മെത്തേഡ് നോക്കുന്നത്. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫിഫോയാണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. സോ ഇപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് 1-ാം തീയതി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇത് കൂടുതൽ സേവ് ചെയ്ത് വെച്ചു, വെയർ ഹൗസിൽ സേവ് ചെയ്ത് വെച്ചു. ഒരു 500 യൂണിറ്റാണ് വന്നത്. 500 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചാണ് വന്നത്. സോ ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഓർഡർ. സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് വെച്ചാണ് നമ്മുടെ കമ്പനി നമ്മളോട് ചോദിച്ചു അവർക്ക് 200 യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു വിചാരിക്കാം. നമ്മൾ ആദ്യം ഈ 500 നിന്ന് എടുത്തു കൊടുക്കും. അതിനുശേഷം മാത്രമേ പിന്നെ വന്ന ഈ 300 നമ്മൾ എടുത്തു കൊടുക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ പറയുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ലിഫോ ആണെന്ന് വിചാരിക്കാം, അതായത് LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അതായത് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ജൂലൈ 2 അതായത് ഈ ഒരു 300 യൂണിറ്റിൽ നിന്ന് 200 കൊടുക്കും. അതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് മുന്നേ വന്നത് നോക്കുകയുള്ളൂ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലാണെങ്കിൽ ആദ്യം വന്നത് ആദ്യം എടുത്ത് കമ്പനിക്ക് കൊടുക്കും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണെങ്കിൽ അവസാനം വന്നതെടുത്ത് ആദ്യം കമ്പനിക്ക് കൊടുക്കും. അതാണ് ഈ 2 മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ 3-ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ SAP ആണ്, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 2 മേജർ പ്രൈസസ് ഉണ്ടായിരുന്നു. 10 ഉണ്ടായിരുന്നു, 9.5 ഉണ്ടായിരുന്നു. ഫിഫോ പ്രകാരമാണെങ്കിൽ നമ്മൾ 10 രൂപ വെച്ച് ചാർജ് ചെയ്യും. ലിഫോ പ്രകാരമാണെങ്കിൽ 9.5 വെച്ച് ചാർജ് ചെയ്യും. ഇനിയിപ്പോൾ SAP ആണെങ്കിൽ ഇതിൻ്റെ 2ൻ്റെ ആവറേജ് നമ്മളെടുക്കും. അതായത് 10 + 9.5 / 2. ആ ആവറേജ് നമുക്ക് എത്രയാണ് പ്രൈസ് കിട്ടുന്നത്, ആ പ്രൈസിന് നമ്മൾ സ്റ്റോക്ക് എടുത്ത് കൊടുക്കും. ഇതാണ് 3 മെത്തേഡ്. സോ നമുക്ക് ഫസ്റ്റ് ഫിഫോ മെത്തേഡ് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, അതായത് ഡേറ്റ് ആൻഡ് പർട്ടിക്കുലേഴ്സ്, ക്വാണ്ടിറ്റി എത്ര യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ വന്നിരിക്കുന്നത്, അതിന് എത്ര രൂപ വെച്ചാണ് വന്നത്, PU എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ്. സോ ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മുടെ വെയർ ഹൗസിൽ നമുക്ക് എത്ര ഇനി ബാലൻസ് ഉണ്ട്, 500 യൂണിറ്റ്സ് നമുക്കിനി ബാക്കിയിരിപ്പുണ്ട്. 500 യൂണിറ്റ്സ് ബാക്കിയിരിപ്പുണ്ട്. അത് ഓരോ യൂണിറ്റിനും 20 രൂപ വെച്ചാണ്. രണ്ടാമത്തെ എൻട്രി വന്നേക്കുന്നത് 8 ഓഗസ്റ്റിനാണ്. 1 ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് 8 ഓഗസ്റ്റിനാണ് എൻട്രി വന്നേക്കുന്നത്. ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് അതെടുത്ത് കമ്പനിക്ക് കൊടുത്തു. അതായത് വെയർ ഹൗസിലിരിക്കുന്ന യൂണിറ്റ്സ് കുറഞ്ഞു, 300 യൂണിറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. അത് എത്ര രൂപയുടെ ആണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത എൻട്രി എന്ന് പറയുന്നത് 16 ഓഗസ്റ്റ് പർച്ചേസാണ്. നമ്മുടെ വെയർ ഹൗസിലോട്ട് ഗുഡ്സ് വന്നു, 800 യൂണിറ്റ്സ് ഗുഡ്സ് വന്നു. അത് ഒരു യൂണിറ്റിന് 22 രൂപ വെച്ച്. ഇത് നമുക്ക് പർച്ചേസോ റിസീവോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് പറയും, എത്ര രൂപയാണ് പെർ യൂണിറ്റ് എന്ന്. ഇഷ്യൂ ആണെങ്കിൽ എമൗണ്ട് പറയില്ല. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇനി 18 ഓഗസ്റ്റിൽ അതേപോലെ ഇഷ്യൂ വന്നിട്ടുണ്ട്. 400 കമ്പനിക്ക് വേണമെന്ന് പറഞ്ഞു, 400 കമ്പനിക്ക് കൊടുത്തു. എത്ര രൂപയുടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ അടുത്തതും ഇഷ്യൂ ആണ്. 25 ഓഗസ്റ്റിന് 300 യൂണിറ്റ്സ് കമ്പനിക്ക് കൊടുത്തു. എത്ര രൂപയ്ക്കാണ് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത് വരുന്ന പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നു, കൊടുക്കുകയല്ലേ ഇത്, വരുവാണ് ചെയ്തത്. അത് 400 യൂണിറ്റ്സ് വന്നു, 25 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വില. അടുത്തത് വീണ്ടും ഇഷ്യൂസ് വരുന്നു, 600 യൂണിറ്റ്സ്. സോ ഈ ഒരു ഡേറ്റ് നോക്കി മാത്രം എൻ്റർ ചെയ്യുക. ചില ക്വസ്റ്റ്യൻസിൽ ഈ 1 ഓഗസ്റ്റ് ഇവിടെ തന്നിട്ട് 8 ഓഗസ്റ്റ് ചിലപ്പം ഏറ്റവും ലാസ്റ്റ് തരും. ലാസ്റ്റ് വന്നിട്ട് ചിലപ്പോൾ 28 ഓഗസ്റ്റ് നടുക്കൊക്കെ തരും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്ന ഡേറ്റ് ഓർഡർ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇത് എഴുതുന്ന മെത്തേഡ്. സോ ഇതിനൊരു കറക്റ്റ് ഫോർമാറ്റ് ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ടൈറ്റിൽ എഴുതും, ഏത് കമ്പനിക്ക് വേണ്ടിയാണ് നമ്മൾ സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെത്തേഡ് എഴുതണം. ഫിഫോ ആണ് എഴുതുന്നതെങ്കിൽ ഫിഫോന്ന് ഡയറക്റ്റായിട്ട് എഴുതണം. ലിഫോ ആണെങ്കിൽ ലിഫോ എഴുതണം. SAP ആണ് SAP എഴുതണം. ഏത് മെത്തേഡാണോ അത് കറക്റ്റ് എഴുതുക. ശേഷം നമ്മൾ കോളം വരയ്ക്കുമ്പം ആദ്യം ഡേറ്റ് കോളം, ഡേറ്റ് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇടുന്നതുകൊണ്ട് ഡേറ്റ് കോളം മസ്റ്റായിട്ട് എഴുതിക്കണം. പിന്നെ പർട്ടിക്കുലേഴ്സ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് റിസീവ് ആണോ ഇഷ്യൂ ആണോ അത് എഴുതാൻ വേണ്ടി ഒരു പർട്ടിക്കുലേഴ്സ് കോളം. പിന്നീട് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നത്,
വരുന്നതാണ്. റെസിപ്റ്റിൻ്റെ കീഴിൽ 3 കോളംസ് ഉണ്ട്. ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി വന്നു, അതിന് ഒരെണ്ണത്തിന് ഒരു ക്വാണ്ടിറ്റിക്ക് എത്ര വെച്ചാണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വെച്ചാണ്, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ഇതാണ് റെസിപ്റ്റിനുള്ളിൽ വരുന്നത്. ഇനി ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ, നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എന്തൊക്കെയാണ്, എത്ര യൂണിറ്റ്സ് പോയി എന്നുള്ളതാണ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. റെസിപ്റ്റ് വന്നു, ഇഷ്യൂ പോയി, ബാലൻസ്, ഈ വന്നതും പോയതും വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇനി എത്ര ബാലൻസ് ഉണ്ട് അതാണ് ഈ കോളത്തിൽ വരുന്നത്. ഇതിൻ്റെ എല്ലാ കോളത്തിൻ്റെ ഉള്ളിലും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇത് കോമണാണ്. സോ ഈ ഒരു ഫോർമാറ്റ് മനപ്പാടം പഠിച്ചു വെക്കുക. ആദ്യം ഡേറ്റ്, പിന്നീട് പർട്ടിക്കുലേഴ്സ്, പിന്നീട് റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിലോട്ട് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ഫസ്റ്റ് എൻട്രി നോക്കുക. 1 ഓഗസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് 500 യൂണിറ്റ്സ് ഉണ്ട്, 20 വെച്ച്. ഇതിലെവിടെ ഓപ്പണിംഗ് ബാലൻസ് വരുമെന്ന് നോക്കുക. ബാലൻസ് ആയതുകൊണ്ട് തന്നെ അത് റെസിപ്റ്റിൽ വരില്ല, ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിലും വരില്ല. ബാലൻസ് വരുന്നത് ബാലൻസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൻ്റെ അടിയിലായിരിക്കും. സോ നമ്മൾ ആദ്യം ഇവിടെ ഒരു പർട്ടിക്കുലേഴ്സ് എഴുതി. പർട്ടിക്കുലേഴ്സ് നമ്മൾ എഴുതുമ്പം ഓപ്പണിംഗ് ബാലൻസ് എന്ന് തന്നെ എഴുതുക. സോ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ലെഫ്റ്റ് അത് എഴുതുക, ഡേറ്റും എഴുതുക, ഡേറ്റ് എഴുതണം, ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഇതിലൊന്നും ചെയ്യേണ്ട, അതുകൊണ്ട് ജസ്റ്റ് ഒരു വരയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്യാതെ വിട്ടാലും മതി, ബ്ലാങ്ക് ആക്കി വിട്ടാലും മതി. ഇനി നമ്മൾ ബാലൻസിൻ്റെ ഏരിയയിലോട്ട് വരുമ്പോൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ക്വസ്റ്റ്യന് നോക്കുക എത്ര യൂണിറ്റ്സ് ആയിരുന്നു ബാലൻസ്. ക്വസ്റ്റ്യനിൽ പറയുന്നു 500 യൂണിറ്റ്സ് ആയിരുന്നു ബാലൻസ്, ഒരു യൂണിറ്റിന് 20 രൂപ വെച്ച്. സോ നമ്മൾ അതേപാടെ എഴുതി 500 യൂണിറ്റ്സ് ആണ്, 20 രൂപ വെച്ച് 1000 രൂപ. ഇത് 10,000 രൂപ. അത് കാൽക്കുലേറ്റ് ചെയ്യുക. 500 × 20 10,000. സോ ആ ഒരു എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത്. 1-ാം തീയതി നമ്മുടെ ബാലൻസ് ഇത്രയുമാണ്. ഇനി 8-ാം തീയതി അടുത്തൊരു എൻട്രി വരുന്നുണ്ട്. 8-ാം തീയതിയിലത്തെ എൻട്രിയാണ് ഓഗസ്റ്റ് 8. ഇഷ്യൂസ് 300 ആണ് പറയുന്നത്. അതായത് 300 യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന്, വെയർഹൗസിൽ നിന്ന് കമ്പനിയിലോട്ട് പോയി. അത് കുറവാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര കുറഞ്ഞു എന്നുള്ളതാണ്. 300 നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. അതിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫിഫോ മെത്തേഡാണ്, അത് ആലോചിച്ച് വെക്കുക. ഫിഫോ മെത്തേഡാണ്. സോ നമ്മൾ അടുത്ത എൻട്രി എഴുതി, റിക്വസ്റ്റ് സ്ലിപ്പ് നമ്പർ, അല്ലെങ്കിൽ അവിടെ ഇഷ്യൂസ് എന്ന് എഴുതിയാലും മതി. നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്, ഇഷ്യൂസ് എഴുതി, ഡേറ്റും എഴുതി. ഇത് റെസിപ്റ്റ് കോളത്തിൽ വരവ് മാത്രം എഴുതിയാൽ മതി. സോ ഇത് കയ്യിൽ നിന്ന് പോയതായതുകൊണ്ട് അവിടെ ഒന്നും എഴുതണ്ട. ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിൽ ഇഷ്യൂസ് എഴുതുക. എത്ര യൂണിറ്റ്സ് ആയിരുന്നു? 300 യൂണിറ്റ്സ് ആയിരുന്നു. ഈ 20 നമുക്ക് എവിടെ നിന്ന് കിട്ടി? 20 നമ്മൾ ഈ മെത്തേഡ് നോക്കുക. ഫിഫോ മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ ഇരിക്കുന്ന സ്റ്റോക്കിൽ ആദ്യം വന്ന സ്റ്റോക്ക് ഏതാണോ അതിൻ്റെ വിലയായിരിക്കും. നമ്മളിവിടെ നോക്കി, നമ്മുടെ കയ്യിൽ ഒരൊറ്റ സ്റ്റോക്കേ ബാക്കിയുള്ളൂ. അത് 500, 20, 10,000 രൂപ. സോ അതിൽ നിന്ന് നമ്മൾ 20 രൂപ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ 20 രൂപ തന്നെ ഈ 300-നും കൊടുത്തു, 6000 എഴുതി. പിന്നെ ഇവിടെ നമ്മൾ ബാലൻസ് എഴുതണം. ബാലൻസ് കോളത്തിൽ നമ്മൾ നോക്കുമ്പം നേരത്തെ 500 ആയിരുന്നു ബാലൻസ്. ഈ ഒരു ദിവസം 300 നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ 500 - 300 200 ആണ്. അതിൻ്റെ എമൗണ്ട് 20 വെച്ച് തന്നെയാണ്. 20 ഒരു യൂണിറ്റിൻ്റെ വില. ഇവിടെ യൂണിറ്റിൻ്റെ വില 20 ആയിരിക്കും. 20 എഴുതി. അതേപോലെ 4000 എഴുതി. 200 × 20 4000. സോ ആദ്യത്തെ ദിവസത്തെ എൻട്രി നമുക്ക് 500 ആയിരുന്നു ബാലൻസ്. രണ്ടാമത്തെ ദിവസത്തെ എൻട്രി ആയപ്പോഴേക്ക് 200 ബാലൻസ് ഉള്ളൂ. കാരണം 300 നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇനി മൂന്നാമത്തെ എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ പർച്ചേസാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നു 800 യൂണിറ്റ്സ് വന്നു. ഒരു യൂണിറ്റിന് 22 രൂപ വെച്ച്. സോ പർച്ചേസാണ്. നമ്മൾ ആ ഡേറ്റ് അതേപോലെ എഴുതി. 16/8 ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, അല്ലെങ്കിൽ പർച്ചേസിന് എഴുതുക. റെസിപ്റ്റ് കോളത്തിൽ എഴുതുക. റെസിപ്റ്റ് കോളത്തിൽ നമുക്ക് എത്ര വന്നു എന്നെഴുതുക. 800 യൂണിറ്റ് വന്നു, 22 രൂപയായിരുന്നു. അത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 800 × 22 17,600. സോ ഇഷ്യൂ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല ആ ദിവസം. അതുകൊണ്ട് ഇഷ്യൂ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ ബാലൻസ് അതേപോലെ എടുത്തെഴുതണം. കാരണം നേരത്തെ ബാലൻസ് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ടിൽ നിന്നൊന്നും പോയിട്ടില്ല. 200, 20, 4000 അത് അതേപാടെ എടുത്ത് വീണ്ടും താഴത്തോട്ട് എഴുതി. പുതിയ ദിവസവും ആ ബാലൻസ് അതേപാടെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറൊരു ബാലൻസും കൂടെ വന്നിട്ടുണ്ട്. അതാണ് ഇന്ന് വന്ന പർച്ചേസ്. സോ അതും എടുത്തെഴുതുക. ഇത് നമ്മൾ 2 ആക്കി എഴുതാൻ കാരണം രണ്ടിൻ്റെയും വില 2. ആദ്യത്തിൻ്റെ വില 20 വെച്ചായിരുന്നു, രണ്ടാമത്തിൻ്റെ വില 22 വെച്ചാണ്. സോ ഇത് രണ്ടും എടുത്തെഴുതണം. ഇത് ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് എഴുതാതിരിക്കരുത്. ഇതും എടുത്തെഴുതണം. അതോടൊപ്പം പുതുതായിട്ട് വന്ന 800 എടുത്തെഴുതണം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ അടുത്ത സെക്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇഷ്യൂസാണ്. അതായത് 18/8 ഓഗസ്റ്റിന് 4000 യൂണിറ്റ്സ് വീണ്ടും കമ്പനി ചോദിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 4000 നമ്മൾ എടുത്തു കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, റിക്വസ്റ്റ് സ്ലിപ്പ് നമ്പറാണ്. 18 ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വരവൊന്നുമല്ല, അപ്പം റെസിപ്റ്റിൻ്റെ കോളത്തിൽ എഴുതാൻ പറ്റില്ല. ചിലവാണ്. ചിലവ് എത്രയാണ്? 200 യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എത്ര രൂപ നമ്മളെടുക്കും? നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം പോയേക്കുന്ന യൂണിറ്റ്സ് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കുന്ന 400 യൂണിറ്റ്സാണ്. 400 യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ ആ തലേ ദിവസത്തെ ബാലൻസും കൂടെ നോക്കുക. 200 ഉണ്ട്, 800 ഉണ്ട്. സോ നമ്മളൊരു ബേസിക് സെൻസിൽ ചിന്തിച്ചാൽ 800 നിന്ന് തന്നെ ആ 400 നമുക്ക് എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കരുത്. കാരണം ഇത് ഫിഫോ മെത്തേഡാണ്. ആദ്യം വന്നത് തീർത്ത ശേഷം മാത്രം രണ്ടാമത് വന്ന് എടുക്കാവുള്ളൂ. സോ നമ്മൾ ആദ്യം ഈ 200 മൊത്തമായിട്ടും തീർക്കും. 200 മൊത്തമായിട്ട് തീർത്ത്
200 എടുക്കും. 200-ൻ്റെ വില 20 20 എടുത്തു, 4000 എഴുതി. ഇനിയേ നമ്മൾ 800-ലോട്ട് പോകുള്ളൂ. 800-ലോട്ട് പോകുമ്പം 800-ൻ്റെ വില 22 800 നമ്മൾ ഓൾറെഡി ഇവിടെ 200 എടുത്തിട്ടുണ്ട്, നമുക്ക് 400 എടുത്താൽ മതി. സോ 200 എടുത്ത സ്ഥിതിക്ക് ബാക്കി 200 കൂടെ എടുക്കും. 22 വില ഇട്ടു, ആ എമൗണ്ടും എഴുതി. ഇനി ബാലൻസിൻ്റെ കേസിലോട്ട് നോക്കുക. ബാലൻസ് നമുക്ക് ഇവിടുത്തെ ബാലൻസ് 200-ഉം 800-ഉം ആയിരുന്നു. ഈ 200 ഓൾറെഡി നമ്മളിപ്പോൾ ഇഷ്യൂവിന് എടുത്തു. ഈ 800-ൽ നിന്ന് ഒരു 200-ഉം കൂടെ എടുത്തു. സോ ഇനിയിപ്പോൾ ഈ 800-ലെ ബാലൻസ് മാത്രമേ വരുള്ളൂ. ഈ മുകളിലത്തത് ഫുള്ളായിട്ട് കട്ടായി പോകും. താഴത്തതിൽ നിന്ന് 800-ൽ നിന്ന് 200 കുറഞ്ഞിട്ട് നമുക്കവിടെ 600 വന്നു. 22 രൂപ വെച്ച് ഒരു 13,200 ബാലൻസും വരും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇഷ്യൂസ് എടുക്കുമ്പം ഒരിക്കലും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണെങ്കിൽ ഈ 800-ൽ നിന്ന് ആദ്യം എടുക്കരുത്, 200-ൽ നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ. 200 തീർന്നിട്ട് മാത്രം 800-ലോട്ട് പോവുക. പിന്നെ ഓരോന്നിൻ്റെ ബാലൻസും ഓരോന്ന് എഴുതുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി അടുത്ത ദിവസവും വീണ്ടും ഇഷ്യൂ തന്നെയാണ്, കയ്യിൽ നിന്ന് പോയതാണ്. സോ 25-ാം തീയതി റിക്വസ്റ്റ് സ്ലിപ്പ് നമ്പർ എന്ന് എഴുതി. റെസിപ്റ്റ് അല്ല, വന്നതൊന്നുമല്ല, ഇഷ്യൂ ആണ്. 300 യൂണിറ്റ്സ് പോയി. സോ നമ്മളിവിടെ ബാലൻസ് നോക്കുക. 600 യൂണിറ്റ്സ് ബാലൻസ് ഉണ്ട്. ആ 600-ൽ നിന്ന് വേറെ സ്റ്റോക്ക് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് 600-ൽ നിന്ന് തന്നെ നമുക്ക് 300 എടുക്കാം. 300 എടുത്തു. 22 രൂപ വെച്ച് ഈ 22 രൂപ വെച്ചാൽ ഈ 22 6600. പിന്നെ ഈ 600-ൽ നിന്ന് 300 പോയതുകൊണ്ട് പിന്നെ 300-ആണ് ബാക്കി. ഇപ്പോൾ നമുക്ക് 300-ആണ് ബാക്കി. സോ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് 26-ാം തീയതി ഗുഡ്സ് റിസീവ്ഡ് ആണ്, അതായത് പർച്ചേസ് ആണ്. പുതിയ സ്റ്റോക്ക് വന്നപ്പം 400 രൂപയായിരുന്നു, 400 യൂണിറ്റ്സ് ആയിരുന്നു. 22 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 25 രൂപ വെച്ച് 400 യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ എമൗണ്ട് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി. ഇഷ്യൂസ് ഒന്നും പോയിട്ടില്ല. പഴയ ബാലൻസ്, ഈ ഒരു ബാലൻസ് അതേപാടെ എടുത്ത് താഴത്തോട്ട് എഴുതി. അതോടൊപ്പം പുതിയ വന്നതും കൂടെ എടുത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇപ്പം നമുക്ക് 2 സ്റ്റോക്കായി. ഈ 2 സ്റ്റോക്ക് ആകുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇനി എപ്പോഴേലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിലത്തെ 300 എടുത്ത് കൊടുത്ത ശേഷം മാത്രമേ അടുത്ത 400-ലോട്ട് നോക്കാൻ പാടുള്ളൂ. കാരണം അത് ഫിഫോയാണ്. ലിഫോ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യം 400 കൊടുത്തിട്ട് 300 നോക്കിയാൽ മതി. ഫിഫോ മെത്തേഡിൽ എപ്പോഴും 300 ആദ്യം എടുക്കുക, ശേഷം മാത്രമേ 400 എടുക്കാൻ പാടുള്ളൂ. 300 തീർന്നെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം 400. ഇനി 28-ാം തീയതി ഇഷ്യൂ ആണ്. ഇഷ്യൂ നോക്കുക. ഇഷ്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 600 യൂണിറ്റ്സ് ആണ്. 600 യൂണിറ്റ്സ്. ഇനി നമ്മൾ ഈ ഒരു ബാലൻസ് നോക്കുക. ഇതിൽ 600 ആയിട്ട് ഡയറക്റ്റ് ഇല്ല. ഇതിൽ 300, ഇതിന് 400 ഉള്ളൂ. സോ ഒരിക്കലും 400-ൽ നിന്ന് ആദ്യം എടുക്കരുത്, 300-ൽ നിന്ന് എടുക്കാവുള്ളൂ. 300-ൽ നിന്ന് 300 മൊത്തം എടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ 400 മൊത്തം എടുക്കാം. 400 എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ക്വസ്റ്റിൽ 600-എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓൾറെഡി 300 എടുത്തിട്ടുമുണ്ട്. സോ 300-ൻ്റെ കൂടെ വേറെ 300-ഉം കൂടെ ഇതിൽ നിന്നും കൂടെ എടുത്തു. ഇതിൽ നിന്ന് 400-ൽ നിന്ന് 300 പോയി കഴിഞ്ഞാൽ ബാക്കി 100 ഉള്ളൂ ബാലൻസ്. ഈ ഓരോ ബാലൻസും ഓരോ തവണയും അപ്ഡേറ്റ് ചെയ്ത് പോവുക. അങ്ങനെ നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. ഇതാണ് നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ ലെവൽ ബാലൻസ്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സോ ഈ ഒരു ബാലൻസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ സാർ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ബാലൻസ് കറക്റ്റാണോ എന്ന് 3-4 തവണ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ചിലപ്പം സ്റ്റോക്കിൻ്റെ ഈ ഒരു 22, 23 അങ്ങനെ വല്ലതും മാറിപ്പോയാൽ എൻ്റെയർ ബാലൻസ് നമുക്കിവിടെ തെറ്റിപ്പോവും. സോ ഈ ഒരു ബാലൻസ് കറക്റ്റാണോ എന്ന് നോക്കുക. അതേപോലെ നിങ്ങൾ ഫിഫോയാണോ ലിഫോയാണോ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ നോക്കി ഉറപ്പ് വരുത്തുക. ഫിഫോയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തേത് തീർത്ത ശേഷം മാത്രമേ രണ്ടാമത്തെ സ്റ്റോക്കിലോട്ട് നോക്കാൻ പാടുള്ളൂ. ലിഫോയാണെങ്കിൽ രണ്ടാമത്തേത് തീർത്ത ശേഷമേ ആദ്യത്തേലോട്ട് നോക്കാൻ പാടുള്ളൂ. ലിഫോ എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് നോക്കണം, ഫിഫോ ആണെങ്കിൽ ആദ്യം വന്നതിന് നോക്കണം. ഇനി SAP ആണെങ്കിൽ ഇവിടെ നമ്മൾ 600 ഇഷ്യൂ ചെയ്തല്ലോ. അപ്പം ഈ 22-ൻ്റെയും 25-ൻ്റെയും കൂടെ ആവറേജ് എടുത്തിട്ട് അതിവിടെ പ്രൈസാക്കി എഴുതണം. അതാണ് SAPയുടെ ലെവൽ വരുന്നത്. സോ ക്വസ്റ്റ്യനിൽ നോക്കുക, ഫിഫോയാണോ ലിഫോയാണോ SAP ആണോ എന്ന്. ഫിഫോ ആണെങ്കിൽ ആദ്യത്തേത് ആദ്യം എടുത്ത് എഴുതുക, ലിഫോ ആണെങ്കിൽ ലിഫോയുടെ രണ്ടാമത്തെ എടുത്ത് എഴുതുക. പിന്നെ കോളം ലെവൽസ് നോക്കുക. അതായത് റെസിപ്റ്റാണ് ആദ്യം എഴുതേണ്ടത്, ഇഷ്യൂ ആണ് രണ്ടാമത് എഴുതേണ്ടത്, ബാലൻസ് ആണ് മൂന്നാമത് എഴുതേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ മാറി എഴുതിയാലും കുഴപ്പമില്ല. അതായത് ബാലൻസ് ആദ്യം എഴുതിയിട്ട് റെസിപ്റ്റ് രണ്ടാമത് എഴുതിയിട്ട് ഇഷ്യൂ മൂന്നാമത് എഴുതിയാലും നിങ്ങൾ ഈ ഹെഡിങ് കറക്റ്റായിട്ട് തന്നെ കൊടുത്തേക്കുന്നതെന്ന് നോക്കുക. കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഹെഡിങ്ങിൻ്റെ താഴത്തോട്ട് എഴുതാൻ ശ്രമിക്കുക. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയർ ഹൗസിലോട്ട് സ്റ്റോക്ക് മേടിച്ചാൽ അതിവിടെ എഴുതുക. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് കമ്പനിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂവിൽ എഴുതുക. ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് കഴിയുമ്പോഴും എത്ര യൂണിറ്റ്സ് എത്ര എമൗണ്ട് വെച്ച് ബാലൻസ് ഉണ്ടെന്ന് നോക്കുക.